കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ ഈ രാവിലെ സമയത്ത് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വന്നു ചേരുവാൻ സർവശക്തനായ ദൈവം നൽകി തന്ന നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടുകൂടെ ആയിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രാവിലെ എഴുന്നേറ്റ് ദൈവമുഖത്തേക്ക് നോക്കുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ, സഹായിക്കട്ടെ. ആത്മാവിൽ ഇന്ന് പകൽ ജീവിക്കുവാനുള്ള എല്ലാ ദൈവകൃപയും ദൈവം നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നമുക്ക് നല്ലവനാണ്, വിശ്വസ്തനാണ്. ആ കർത്താവിൽ നമുക്ക് പൂർണ്ണമായി അഭയപ്പെടുവാൻ, സമർപ്പിക്കപ്പെടുവാൻ ഈ രാവിലെ സമയം നമുക്ക് പ്രയോജനപ്പെടുത്താം. ഹല്ലേലൂയ. തിരക്ക് പിടിച്ചുള്ള ജീവിതയാത്രയിൽ സമയം കണ്ടെത്തി ഈ സന്ദേശം നിങ്ങൾ കേൾക്കണം, മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കണം. ദൈവത്തിന് ഒരു ദിവസം കൂടെ നമുക്ക് ആയുസ് നൽകിയില്ലേ? ഹല്ലേലൂയ. നമ്മുടെ മീനടത്തൊരു ചെറുപ്പക്കാരൻ പയ്യൻ മരിച്ചിട്ടുണ്ട്. അദ്ദേഹം രാവിലെ വെളുപ്പിനെ കുളിക്കാനായിട്ട് കയറിയതാണ്. കാല് തെന്നി എന്ത് ചെയ്തു? തല അടിച്ച് വീണു. ആ വീട്ടിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം മരണപ്പെട്ടു. ചില മണിക്കൂറുകൾ കഴിഞ്ഞാണ് അദ്ദേഹത്തെ കണ്ടെത്തിയത്. എത്രയോ പ്രാവശ്യങ്ങൾ കാല് തെറ്റി വീണു, എത്രയോ അപകടങ്ങളുണ്ടായി. എന്നാൽ നിനക്ക് ഒരു ദിവസം കൂടെ ജീവിക്കുവാനായിട്ടുള്ള അവസരം നൽകിയില്ലേ? ഒരു മാസം കൂടെ ജീവിക്കാനുള്ള അവസരം നൽകിയില്ലേ? ഒരു വർഷം കൂടെ ജീവിക്കാനുള്ള അവസരം നൽകിയില്ലേ? ചില വർഷങ്ങളായി ആമീൻ എത്രയോ അപകടങ്ങൾ നിനക്ക് പിന്നാലെ പാഞ്ഞു വരികയാണ്. അവിടെയൊക്കെ ദൈവം സൂക്ഷിച്ചില്ലേ? ആ ദൈവത്തിന് ഒരുപാട് മഹത്വം കൊടുക്കുക. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരു ചെറിയ ചിന്ത നിങ്ങൾക്ക് നൽകുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. സകലതും നന്മയ്ക്കായി തീർക്കുന്ന ഒരു കർത്താവ് നമ്മോട് കൂടെയുണ്ട്. റോമാലേഖനം 8-28 വാക്യം നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണ്. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ വന്നു വീഴുന്ന എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും അനുകൂലമാക്കുവാൻ കഴിയുന്ന ദൈവിക പദ്ധതിയിലേക്ക് നാം ഇറങ്ങിച്ചെല്ലുന്നവരായി മാറണം. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് മാറുവാൻ ഒരു തട്ടാൻ്റെ കയ്യിലെ ഉരുപ്പടി, ദൈവത്തിന് സ്തോത്രം, ആ സ്വർണത്തിൻ്റെ ഉരുപ്പടി ആ തട്ടാൻ തീയിൽ ഇട്ട് അതിനെ ഉരുക്കി അതിനകത്തെ അഴുക്കുകൾ മാറ്റിക്കളയുകയാണ്. അതവിടെ ആ തീക്കകത്ത് തീരുന്നില്ല, അത് ശുദ്ധീകരിക്കപ്പെട്ട് പുറത്തു വരികയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ജീവിതത്തിൽ കഷ്ടതകളിൽ കൂടെയും വേദനകളിൽ കൂടെയും നഷ്ടങ്ങളിൽ കൂടെയും ഒക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ അതിനകത്ത് ദൈവം സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ദൈവിക ലക്ഷ്യങ്ങൾ ഏതാ? എനിക്കും നിങ്ങൾക്കും ഉണ്ടാകുന്ന പ്രതിസന്ധികളിൽ, എനിക്കും നിങ്ങൾക്കും ഉണ്ടാകുന്ന കഷ്ടതകളിൽ, എൻ്റെ നിങ്ങളുടെയും നഷ്ടങ്ങളിൽ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ, മാനസികമായ വിധ പ്രതിസന്ധികൾ നമുക്ക് നേരിടുമ്പോൾ
ഹല്ലേലൂയ, അതിനകത്ത് ദൈവം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ദൈവിക ലക്ഷ്യങ്ങൾ ഹല്ലേലൂയ അവന് വേഗത്തിൽ കണ്ടെത്താൻ കഴിയും. ഒരു ദൈവ പൈതലിന്റെ കാര്യം ഞാൻ ഈ പറയുന്നത്, വേഗത്തിൽ കണ്ടെത്താൻ കഴിയും. നിന്റെ ജീവിതത്തിനകത്തുണ്ടാകുന്ന ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും അതിനകത്ത് ദൈവിക ലക്ഷ്യമുണ്ടെന്നുള്ള ആ വലിയ ഉറപ്പ് പ്രാപിച്ചെടുക്കുന്നെങ്കിൽ ഹല്ലേലൂയ, തീർച്ചയായും ആ ദൈവിക ലക്ഷ്യങ്ങളിലേക്ക് നിന്നെ ദൈവം കൊണ്ടുപോകുവാനിടയായി തീരും. നമുക്കറിയാം, ഇയ്യോബിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ എന്തായിരുന്നു ദൈവത്തിന്റെ ലക്ഷ്യം? എന്തായിരുന്നു ദൈവത്തിന്റെ ലക്ഷ്യത്തിൽ നിന്ന്, ദൈവികമായ പദ്ധതിയിൽ നിന്നും അണുവിട പോലും മാറാതെ ഇയ്യോബ് തന്റെ ജീവിതത്തെ കൃത്യമായി നിലനിർത്തി. തനിക്കുണ്ടായ ആ വലിയ പ്രതിസന്ധിയിൽ താൻ തളർന്നു പോയില്ല. ദൈവത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ലോകത്തിൽ മനുഷ്യനായി പിറന്ന ഒരു ദൈവ പൈതലിനെ സാത്താന്യ മേഖലകൾക്ക് പരാജയപ്പെടുത്താൻ കഴിയത്തില്ല എന്നുള്ള ആ വലിയ ലോകത്തോട് ദൈവത്തിന് സ്തോത്രം ഇയ്യോബിൽ കൂടെ ദൈവം തെളിയിക്കുകയായി. ഹല്ലേലൂയ, എന്നിൽ കൂടെ നിങ്ങളിൽ കൂടെ ഒക്കെ ദൈവം സമൂഹത്തിൽ ചില കാര്യങ്ങൾ തെളിയിക്കാൻ തീരുമാനിച്ചാൽ അതിനകത്തുണ്ടാകുന്ന ചില കഷ്ടനഷ്ടങ്ങളും ചില മാനസികമായ വിഭ്രാന്തികളും ഒക്കെ നാം നേരിട്ട് അതിനെ മറികടന്നാൽ ഹല്ലേലൂയ അനേക ദൈവദാസന്മാരെ ആക്ഷേപിക്കുവാൻ, അനേക ദൈവദാസന്മാരെ അപകീർത്തിപ്പെടുത്തുവാൻ ഈ കാലഘട്ടങ്ങളിൽ ദുഷ്ടനായ പിശാച് ഒരുപാട് പദ്ധതികൾ തയ്യാറാക്കാറുണ്ട്. എന്നാൽ അതിനെ ജയിക്കുന്നവർ വളരെ ചുരുക്കം ആളുകളാണ്. അതിനെ ജയിക്കുന്നവർ സാത്താൻ ഇട്ടുകൊടുത്ത ആ നന്മയുടെ മുമ്പിൽ അത് പരാജയമാണോ വിജയമാണോ എന്ന് കണ്ടെത്താനുള്ള തിരിച്ചറിവില്ലാതെ അപകടകരമായ തലങ്ങളിൽ വീണിട്ട് പബ്ലിക്കിന്റെ മുമ്പിൽ, സഭയുടെ മുമ്പിൽ, സമൂഹത്തിന് മുമ്പിൽ, നിന്നെ സ്നേഹിച്ചവരുടെ മുമ്പിൽ പിച്ചു ചീന്തുന്ന പൈശാചികന്റെ കരങ്ങളിൽ അകപ്പെട്ടുപോയ എത്രയോ ജീവിതങ്ങളെ എനിക്കറിയാം. എന്നാൽ ദൈവത്തിനു വേണ്ടി നിന്ന, ദൈവരാജ്യത്തിനു വേണ്ടി നിന്ന, ദൈവിക നന്മകളെ മുന്നിൽ കണ്ട ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദുരന്തങ്ങൾ നേരിടുമ്പോൾ, വേദനകൾ നേരിടുമ്പോൾ, കഷ്ടതകൾ നേരിടുമ്പോൾ അതിനകത്ത് ദൈവിക ലക്ഷ്യങ്ങളെ കണ്ടെത്താൻ ആ വ്യക്തിക്ക് കഴിയുന്നതാണ് ഏറ്റവും വലിയ വിജയമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ സമയത്ത് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള സന്ദേശം ഇതാണ്. നിങ്ങളുടെ മുന്നോട്ടുള്ള ക്രിസ്തീയ ജീവിത യാത്രയിൽ നിങ്ങൾക്കുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾ, നിങ്ങൾക്കുണ്ടാകുന്ന വേദനകൾ, നിങ്ങൾക്കുണ്ടാകുന്ന പ്രതിസന്ധികൾ, അതിനകത്ത് ദൈവിക ലക്ഷ്യങ്ങളെ നിങ്ങൾ കണ്ടെത്താൻ കഴിയുന്നുവെങ്കിൽ ഹല്ലേലൂയ നിങ്ങൾക്കൊരു വലിയ വിജയം കൈവരിപ്പാൻ കഴിയും. അപ്പൊ ഒന്ന്, ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദൈവിക ലക്ഷ്യങ്ങളെ കണ്ടെത്തുവാനുള്ള അവസരങ്ങൾ ലഭിക്കപ്പെടുകയാണ്. രണ്ടാമതായി, അവൻ കൂടുതൽ പ്രയോജനമുള്ളവനായി മാറുകയാണ്. കൂടുതൽ പ്രയോജനം. ഇന്നലെ അവൻ പ്രയോജനമില്ലാത്തവനായിരുന്നു. കുറച്ചുകൂടെ അവൻ പ്രാപ്തനായി മാറി. കുറച്ചുകൂടെ അവൻ ഡെവലപ്പായി. ഹല്ലേലൂയ. ഇന്നലെ ഉണ്ടായ പ്രശ്നങ്ങളെ അവൻ ജയിച്ചതുകൊണ്ട് അവൻ കുറച്ചുകൂടെ കരുത്തുള്ളവനായി മാറി. ഹല്ലേലൂയ. പ്രയോജനമുള്ളവനായി മാറി. ദൈവസഭയ്ക്ക് അവൻ പ്രയോജനമുള്ളവനായി, ദൈവസഭയ്ക്ക് സാക്ഷിയുള്ളവനായി മാറി. ഏതെങ്കിലും നിന്ദാകരമായ വിഷയങ്ങൾ നിന്റെ ജീവിതത്തിനു നേരെ, നിന്റെ കുടുംബത്തിനകത്ത് ദുഷ്ടപിശാച് ഇട്ട് നിന്നെ അപമാനിക്കാനോ അപകീർത്തിപ്പെടുത്തുവാനോ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നീ പരാജയപ്പെട്ടു പോകരുത് കുഞ്ഞെ. നീ ദൈവത്തിൽ നിന്ന് അകന്നു പോകരുത് കുഞ്ഞെ. ദൈവിക ലക്ഷ്യങ്ങളിലേക്ക് നിന്നെ കൈപിടിച്ചുയർത്തുവാൻ ദൈവം മതിയായവനാണ്. അപ്പോൾ തന്നെ രണ്ടാമത്തെ പോയിന്റ്,
നീ വലിയ പ്രയോജനമുള്ള വ്യക്തിയായി മാറും. പ്രയോജനമുള്ള വ്യക്തിയായി മാറും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മളെ കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന അതുതന്നെയാണ്, പ്രയോജനമുള്ളവനായി മാറുക. ഹല്ലേലൂയ. അവൻ എൻ്റെ ഹൃദയത്തെ തണുപ്പിച്ചു. ഹല്ലേലൂയ. അവൻ എനിക്ക് വളരെ പ്രയോജനമുള്ളവനായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അവൻ എൻ്റെ ജീവിതത്തെ എന്ത് ചെയ്തു? താങ്ങി നിർത്തി. ഹല്ലേലൂയ. ഇന്ന് രാവിലെ സമയത്ത് നീ പ്രയോജനമുള്ള വ്യക്തിയായി മാറട്ടെ. ആർക്ക്? നിന്റെ വീട്ടിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ സമൂഹത്തിൽ, നിന്റെ സഭയിൽ. ഹല്ലേലൂയ. ആത്മീയമായ മേഖലകളിൽ ദൈവരാജ്യത്തിന്റെ യാത്രയ്ക്ക് വേണ്ടി നീ പ്രയോജനമുള്ളവനായി മാറട്ടെ. ആലയത്തിൽ വന്നൊരു കസേര ഇടുന്നതും ആലയം അടിച്ചു വാരുന്നതും ആലയത്തിനു വേണ്ടി നിൽക്കുന്നതും ആലയത്തിന് പ്രയോജനമാണ്. കുടുംബത്തിന് നീ പ്രയോജനമുള്ളവനായി മാറട്ടെ. കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ നീ വഹിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ, ഭാര്യയെ, അപ്പനെ, അമ്മയെ, ഇവരെയൊക്കെ നാം സംരക്ഷിക്കുമ്പോൾ അവൻ കുടുംബത്തിന് പ്രയോജനമുള്ളവനായി മാറുകയാണ്. എന്നാൽ ഒരു പ്രയോജനമില്ലാത്ത ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. മാതാപിതാക്കൾ പറയും, ഇവനെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല, ഇവളെ കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല, എന്തിനാ ഇവള് ജീവിക്കുന്നത്, എന്തിനാ ഇവൻ ജീവിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ചുമ്മാ ഇരുന്ന് തിന്നുകയല്ലേ, രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഇരുന്ന് തിന്നേച്ച് മൊബൈലെ തോണ്ടി സമയം കളയല്ലേ. ഇവനെ കൊണ്ട് എന്താ പ്രയോജനമുള്ളത്, ഇവളെ കൊണ്ട് എന്താ പ്രയോജനമുള്ളത്? വെറുതെ എന്ത് ചെയ്തേക്കുക, ജീവിക്കുകയാ. ഇത് പലപ്പോഴും പറയാറുള്ള പദമാണ്, കേട്ടിട്ടുള്ള പദമാണ്, നമ്മളെ കുറിച്ചും അങ്ങനെ പറഞ്ഞിട്ടുള്ളതാണ്. ഹല്ലേലൂയ. പക്ഷേ ഇന്ന് നീ കർത്താവിന് പ്രയോജനമുള്ളവനാണോ? കർത്താവിന് പ്രയോജനമുള്ളവനാണെങ്കിൽ, ദൈവരാജ്യത്തിന് പ്രയോജനമുള്ളവനാണെങ്കിൽ, ദൈവസഭയ്ക്ക് നീ പ്രയോജനമുള്ള ഉപകാരമുള്ള വ്യക്തിയാണെങ്കിൽ, ഞാൻ ഉറപ്പു പറയുന്നു, ഹല്ലേലൂയ, നീ വിജയപാതയിൽ കൂടെ പോകുകയാണ്. സ്തോത്രം. ഒന്ന്, ദൈവിക ലക്ഷ്യങ്ങൾ കണ്ടെത്താൻ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ സാധ്യമാക്കി തരുന്നു. രണ്ട്, നീ പ്രയോജനമുള്ള വ്യക്തിയായി മാറും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കുറിവാക്യം മറന്നു പോകരുത്. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർ സകലവും നന്മയ്ക്കായി കൂടിയാവരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മൂന്ന്, ഹല്ലേലൂയ, നിനക്കുണ്ടായ പ്രതിസന്ധിയില് ഒറ്റ നോട്ടത്തിൽ ഒരു നന്മയും കണ്ടില്ല എന്ന് വന്നേക്കാം. ഒറ്റ നോട്ടത്തിൽ സമൂഹം നിന്നെ നോക്കുമ്പോൾ, ചുറ്റുപാടുകൾ നോക്കുമ്പോൾ, പാസ്റ്റർ നിന്നെ നോക്കുമ്പോൾ, നിന്റെ ഭാര്യ നിന്നെ നോക്കുമ്പോൾ, നിന്റെ ഭർത്താവ് നിന്നെ ശ്രദ്ധിക്കുമ്പോൾ, നിന്റെ കുഞ്ഞുങ്ങൾ നിന്നെ ശ്രദ്ധിക്കുമ്പോൾ, ഹല്ലേലൂയ, ഒരു നന്മയും ഇല്ല എന്നുള്ള ചിന്ത അവരെ ഭരിച്ചേക്കാം. അത് ഒറ്റ നോട്ടത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം. പക്ഷേ കീടം മാറി വരുവാൻ, പ്രശ്നം പരിഹരിക്കപ്പെട്ടു വരുവാൻ അല്പസമയം മുന്നോട്ടെടുക്കും. ആ സമയം വരെ നീ കാത്തിരിക്കണം. ആ സമയം വരെ ദൈവിക പരിപാലനത്തിന്റെ കീഴിൽ നീ മറയപ്പെടണം. ദൈവത്തിന് സ്തോത്രം. ഒരു നന്മയും കണ്ടില്ല എന്ന് വന്നേക്കാം. ഒന്നും കാണാഞ്ഞിട്ടും ദൈവത്തിന് സ്തോത്രം. കണ്ടവനെ പോലെ യാത്ര ചെയ്ത അബ്രഹാം, കാഴ്ചയാലെയല്ല വിശ്വാസത്താലെ ഞാൻ യാത്ര ചെയ്യുന്നു, അല്ലേ? അതല്ലേ പൗലോസ് പറയുന്നത്? ഹല്ലേലൂയ. അബ്രഹാം അതല്ലേ ചെയ്തത്? മുമ്പിൽ ഒന്നുമില്ല, കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക, ആ ലക്ഷ്യത്തിലേക്ക് നീങ്ങട്ടെ. സ്തോത്രം. ഇന്ന് രാവിലെ സമയത്ത് ഉറപ്പായി ഞാൻ പറയുന്നു, ഒറ്റ നോട്ടത്തിൽ നിന്റെ മുന്നോട്ടുള്ള യാത്രയ്ക്കകത്തൊരു നന്മ കണ്ടെന്ന് വരത്തില്ല. ഒറ്റ നോട്ടത്തിൽ നീ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഫലകരമാകുന്ന തലം കണ്ടെന്നു വരികയില്ല. ഒരു കൃഷിക്കാരൻ കൃഷി ചെയ്യുമ്പോൾ അവൻ വാരി വിതറുന്ന വിത്തുണ്ടല്ലോ, ആ വിത്ത് ഹല്ലേലൂയ പാടത്തേക്ക്, ചെളിയിലേക്ക് വലിച്ചെറിഞ്ഞു. കരയ്ക്ക് നിന്ന ഒരു പൊട്ടം പറഞ്ഞു,
സ്തോത്രം. ഇവൻ എന്നെ ഈ കാണുന്നത് ഈ വിത്തെല്ലാം കൂടെ വാരി എറിഞ്ഞ് അതെല്ലാം കൊണ്ടുപോയി നെല്ല് കുത്തി അല്ലെങ്കിൽ അതെല്ലാം ഭക്ഷിക്കാനായിട്ട് പ്രയോജനപ്പെടുത്തരുത്. ഭക്ഷിക്കാൻ പ്രയോജനപ്പെടുത്താം, സത്യമാ. പക്ഷെ നാളെ നീ പട്ടിണി കൊണ്ട് ചത്ത് മണ്ണിൽ ചേരും. ഈ വിതയ്ക്കുന്ന വിത്തുണ്ടല്ലോ, ആ വിതകാരന്റെ ഹൃദയത്തിൽ ഒരാശയമുണ്ട്, അതിനകത്ത് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന്. ഇപ്പം അത് കാണാൻ പറ്റത്തില്ല കേട്ടോ. കളപ്പുരയിലേക്ക് അത് കൊയ്ത് മെതിച്ച് കളപ്പുരയിലേക്ക് അത് കൂട്ടുമ്പോൾ ആ നന്മ നീ കണ്ടെത്തും. 3 ദൈവത്തിനു സ്തോത്രം. നന്മ കണ്ടെത്താൻ പറ്റിയില്ലെങ്കിലും ആ ലക്ഷ്യത്തിലേക്ക് നീ നീങ്ങുക. മറ്റുള്ളവർക്ക് ഇതിനകത്ത് ഒറ്റ നോട്ടത്തിൽ നന്മ കണ്ടെത്താൻ പറ്റുകയില്ല. 4-ാമത്തെ കാര്യം, അവസാനം എല്ലാം നന്മയ്ക്കായി കൂടിയാവരിക്കും. ഹല്ലേലൂയ. ആത്യന്തികമായി അത് നന്മയായി കൂടിയാവരിക്കും. ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞു, ഓ അവൻ തകർന്നു പോയവനായിരുന്നു കേട്ടോ. എൻ്റെ നാട്ടുകാരല്ല എന്നെ കുറിച്ച് പറയുന്നത്. അവൻ രക്ഷപ്പെടുമെന്ന് ഒരിക്കലും വിചാരിച്ചല്ല കേട്ടോ. ഹല്ലേലൂയ. അവൻ ഒരിക്കലും രക്ഷപ്പെടുമെന്ന് വിചാരിച്ചതല്ല. പ്രാഗി നേർന്ന് വീട്ടുകാരും നാട്ടുകാരും കുടുംബക്കാരുമെല്ലാം രക്ഷപ്പെടത്തില്ലെന്ന് വിധി എഴുതിയ സ്ഥാനത്താണ് ദൈവം എന്നെ മാനിച്ചത്. ഹല്ലേലൂയ. അത്യന്തികമായി നന്മയായി തീർക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. ഞാൻ വാക്കുകൾ ഇവിടെ ചുരുക്കുകയാണ്. സകലവും നന്മയ്ക്കായി കൂടിയാവരിക്കുന്നു. ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഷെയർ ചെയ്യണം. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഈ ചാനൽ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാകുവാൻ കർത്താവ് സഹായിക്കണം. തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.